ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഒരു പുതിയ ലെറ്റർ പഠിക്കാൻ പോകും. വളരെ സിമ്പിളാണ്. ജസ്റ്റ് നിങ്ങൾ ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ ഈ രൂപത്തിൽ ഒരു വര വരച്ചു അല്ലേ. ഒരു ക്യാരറ്റ് ഉണ്ട്, പിന്നെ ഒരു ഇറക്കുണ്ട്, പിന്നെ ഇവിടെ പൊന്തിയിട്ടുണ്ട് അല്ലേ. ആ രൂപത്തിലൊരു വര ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യണം, ഒരു ബിഗ് സി എന്നുണ്ട്. ഓക്കെ, ഞാൻ എന്താ ചെയ്തത്, ആദ്യം വര വരച്ചു, അതിലൂടെ ഒരു ബിഗ് സി അല്ലേ. ഇതിന്റെ സെന്ററിൽ ഡോട്ട് കൊടുത്താൽ ഈ അക്ഷരത്തെ നമ്മൾ എന്ത് വിളിക്കും, ജീം എന്ന് വിളിക്കും. അറബിക്കിലെ ജീം. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എല്ലാത്തിനും സെൻറ്ററിൽ ഡോട്ട് ഉണ്ടാവും. അപ്പോഴാണ് എന്താവുക, ജീമ. ഓക്കെ, ഫത്തഹ് ജ, ജി, ജു, ജ്, ജൻ, ജിൻ, ജു. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. ജസ്റ്റ് ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ അത് മാറും. നമുക്കറിയാം, ജീമ് നമ്മൾ പഠിച്ചതുപോലെ ആദ്യം ഇങ്ങനെ ഒരു കയറ്റ പോലെ അല്ലേ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് ജസ്റ്റ് ഒരു ബിഗ് സി അല്ലേ, അത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ കൂട്ടി എഴുതുന്ന സമയത്ത് ഈ ജീമിനെ എന്ത് ചെയ്യും, ജസ്റ്റ് നിങ്ങളിവിടെ ഒരു കത്രിക സങ്കല്പിക്കും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന ആ ജീവൻ ഇങ്ങനെയായിരിക്കും. ജസ്റ്റ് ആ കട്ട് ചെയ്ത ഭാഗം ഉണ്ടാവും, ഡോട്ടോ അല്ലേ, കട്ട് ചെയ്ത ഭാഗം ഇവിടെ ഉണ്ടാവും. ആണ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയാണ്. ഓക്കെ, ഇത് നമുക്ക് ഒഴിവാക്കാം. ഈ ഭാഗത്ത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ നീട്ടി. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ഈ കാണുന്ന രൂപം കിട്ടും. അവിടെ ഡോട്ടും ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ കൂട്ടിയെഴുതുന്ന രൂപം ഇവിടെ ജസ്റ്റ് ഞാൻ എഴുതി കാണിക്കാൻ പോകുന്നു. നോക്കിക്കോളൂ. ആകെ ഫത്തും ദസറും ലൊമ്പും മാത്രമേ ഇടുന്നുള്ളൂ. ജ, അതിനോടുകൂടെ അടുത്ത ജീവ കൂട്ടുന്നു. ജി, ജു, സുക്കൂന അവസാനത്തെ നമ്മൾ ഇടുമ്പോൾ ഈ രൂപത്തിൽ തന്നെ കറക്റ്റായിട്ട് ഇട്ടു. ഈ രൂപത്തിലാണ് കൂട്ടെഴുത്ത്. ഇനി നമുക്ക് 3 വേർഡുകൾ അല്ലേ. ഫസ്റ്റ് വേർഡ് ജ, ബ, ലു അല്ലേ. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായി കൂട്ടിയെടുത്ത് മനസ്സിലാവും. ഫസ്റ്റിലാണ് ജീമ. അടുത്തത് റ, ജു, ലുൻ. ഇവിടെയും ജീവൻ കൂട്ടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും, റജു. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു വേർഡ് പറയുകയാണെങ്കിൽ സ, വ്, ജു, സൗജ്. ഇവിടെ കൂട്ടിയെഴുതാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വാവായിരുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പം ഏകദേശം ജീം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.